ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തീരുവ യുദ്ധത്തിൽ ഇന്ത്യക്ക് വഴങ്ങുന്നു എന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാറിലെ തടസ്സങ്ങൾ നീക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരും എന്ന് US പ്രസിഡന്റ് പറഞ്ഞു. പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളെന്നും സ്വാഭാവിക പങ്കാളികൾ ആണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ഇന്ത്യയെ തല്ലിയും തലോടിയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ഇന്നലെ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരുകയാണെന്ന ട്രംപിന്റെ പ്രതികരണം. അടുത്ത സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ്. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളെന്നും സ്വാഭാവിക പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. വ്യാപാര ചർച്ചകൾ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് വഴിയൊരുക്കുമെന്നും മോദി. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. റഷ്യക്കെതിരെ രണ്ടാംഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടത്. യുക്രൈൻ റഷ്യ യുദ്ധം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയോ വരുന്ന ആഴ്ചയിലോ പുടിനുമായി സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിയത് അനുചിതമെന്നും കോടതി ഉത്തരവുകൾക്കെതിരാണ് എന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം ബോർഡ് എന്നിവർക്ക് വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം നൽകി. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കൊട്ടാരം പ്രതിനിധികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അടുത്ത ആഴ്ചയോടെ തീരുമാനമെടുക്കുമെന്ന് കൊട്ടാരം പ്രതിനിധികൾ പിന്നീട് അറിയിച്ചു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് രാവിലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗങ്ങളും പന്തളം കൊട്ടാരത്തിലെത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ചിലവ് സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് വഴിയും കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പന്തളം കൊട്ടാരം സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം കൊട്ടാരം പ്രതിനിധികൾ ഉന്നയിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. കഴിഞ്ഞ 5 വർഷമായി ശബരിമലയിൽ എല്ലാ ആചാരങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ. അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനോട് രാജകുടുംബത്തിന് അതൃപ്തിയുള്ളതായാണ് സൂചന. എന്നാൽ ഇത് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കേണ്ട എന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദത്തിൽ അന്വേഷണം വഴിമുട്ടുന്നു. നിയമ നടപടികൾക്ക് താൽപ്പര്യമില്ലെന്ന് ക്രൈംബ്രാഞ്ചിനെ യുവതികൾ അറിയിച്ചു. അതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തുക്കളെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണ കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. തെളിവുകളോ നേരിട്ടുള്ള പരാതിക്കാരുടെ മൊഴിയോ എടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം പരാജയപ്പെട്ടു. ഇരകളിൽ ചിലരെ സമീപിച്ചെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെന്നാണ് നിലപാട്. ഇതോടെ കുറച്ചു ദിവസങ്ങൾ കൂടി കാത്തിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം വ്യാജ തിരിച്ചറിയൽ രേഖാ കേസിൽ രാഹുലിന്റെ സുഹൃത്തുക്കളായ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ നേതാവ് നൂബിൻ, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി എന്നിവരെ പ്രതി ചേർത്തു. മുൻപ് പ്രതി ചേർത്തവരുടെ ഫോൺ വിവരങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച ശേഷം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. ഇവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു.
വ്യാജ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഇവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും രാഹുൽ സാവകാശം നേടിയിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാന കോൺഗ്രസിൽ സോഷ്യൽ മീഡിയ ഇടപെടലിനെ ചൊല്ലി പുതിയ പോര്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ സൈബർ ആക്രമണത്തിൽ മൗനം പാലിച്ച് പ്രമുഖ നേതാക്കൾ. സൈബർ ആക്രമണം വലിയ കാര്യമല്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചോദ്യത്തോട് കൈകൂപ്പൽ മാത്രമായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. മറ്റെല്ലാം മാറ്റിവെച്ച് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു ഷാഫി പറമ്പലിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ച് ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ നടത്തുന്ന പ്രചാരണത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ: പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്ര സൈബർ അറ്റാക്കുകൾ സൈബർ ആക്രമണത്തിൽ വലിയ കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് ഹാൻഡിൽ തന്നെ സൈബർ ആക്രമണം നടത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ വലിയ കാര്യമൊന്നുമില്ല. സൈബർ കോൺഗ്രസിന്റെ തലപ്പത്ത് മാറ്റം വരുമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ മറുപടി. കോൺഗ്രസ് പ്രവർത്തകരുടെ സമൂഹമാധ്യമ ഹാൻഡിലുകൾ സർക്കാരിനെതിരെ തിരിയണമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും വിമർശിച്ചുകൊണ്ടാണ് സൈബർ പോര് മുന്നോട്ട് പോകുന്നത്. 24 തിരുവനന്തപുരം. ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിക്കാൻ UN രക്ഷാസമിതി. ഖത്തറിന് പിന്തുണയുമായി അറബ് ലോകം രംഗത്തെത്തി. ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന അമേരിക്കൻ വാദം ഖത്തർ നിരാകരിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിനെതിരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം പുകയുകയാണ്. ഖത്താറ ജില്ലയിൽ തന്ത്രപ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ആക്രമണമുണ്ടായത്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമർശിച്ചു. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. നടന്നത് ഭരണകൂട ഭീകരതയെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി. ഖത്തറിന്റെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമെന്നും ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി ഖത്തറിനെ അറിയിച്ചിരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ വാദം ഖത്തർ തള്ളി. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുത്ത് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പ്രവാസ ലോകത്തെ ഞെട്ടിച്ച് ഖത്തർ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിക്കും. അൾജീരിയയുടെയും പാകിസ്ഥാന്റെയും അഭ്യർത്ഥന പ്രകാരമാണ് യോഗം വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സർക്കാർ രാജിവെച്ചൊഴിഞ്ഞിട്ടും നേപ്പാളിൽ പ്രതിഷേധങ്ങൾ കയവില്ല. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നേപ്പാൾ നഗരങ്ങൾ. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായ്ക്ക് പുതിയ ഭരണകൂടത്തിന്റെ താൽക്കാലിക ചുമതല കൈമാറുന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അക്രമം അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാരോട് സൈന്യം ആഹ്വാനം ചെയ്തു. 2 ദിവസം യുദ്ധമുഖമായിരുന്ന കാഠ്മണ്ഡു നഗരം ഇന്ന് ശാന്തമാണ്. പ്രക്ഷോഭത്തിൽ എരിഞ്ഞമർന്ന തെരുവുകൾ വൃത്തിയാക്കാനും യുവാക്കൾ തന്നെ രംഗത്തെത്തി. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ചാണ് യുവാക്കൾ ശുചീകരണത്തിനിറങ്ങിയത്. അക്രമം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത നേപ്പാൾ സൈന്യം കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ നിയന്ത്രണം ഏറ്റെടുത്തു. കാഠ്മണ്ഡു നഗരത്തിൽ എല്ലായിടത്തും സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും സൈനിക സുരക്ഷയിൽ തന്നെ തുടരുന്നു എന്നാണ് വിവരം. സ്ഥിതിഗതികൾ ശാന്തമായ ശേഷം താൽക്കാലിക അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കാനാണ് നിലവിലെ ആലോചന. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായ്ക്ക് താൽക്കാലിക ചുമതല ലഭിക്കാനാണ് സാധ്യത. രാജകീയവാദികളും പിന്തിരിപ്പൻ ശക്തികളും സാഹചര്യം ചൂഷണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ യുവാക്കൾ ജാഗ്രത പാലിക്കണമെന്നും ബഹുജന പ്രതിഷേധങ്ങളുടെ ഫലം ജനാധിപത്യ നവീകരണമായിരിക്കണം, ഫ്യൂഡൽ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല എന്നും പ്രസ്താവനയിൽ CPIM PB പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അതിർത്തിയിലുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നേപ്പാൾ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഡൽഹി.
കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയവരിൽ എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കാഠ്മണ്ഡുവിന് സമീപം കുടുങ്ങിക്കിടക്കുന്ന 12 അംഗ സംഘം സുരക്ഷിതരാണ്. എന്നാൽ ഇവരുടെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ മാസം 3-ാം തീയതിയാണ് എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ MSW വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും നേപ്പാളിലേക്ക് പോയത്. നേപ്പാൾ കാഠ്മണ്ഡുവിലെ സ്റ്റുഡൻസ് എക്സ്പോയിൽ പങ്കെടുക്കാനാണ് പ്രൊഫസർ ലാലു പി ജോയുടെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘം ഈ മാസം 6-ന് നേപ്പാളിലെത്തിയത്. എത്തിയ ദിവസം ഇന്റർനെറ്റ് ലഭിക്കില്ലെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. കലാപത്തെ തുടർന്ന് കോളേജ് അധികൃതർ ഇവരെ തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറ്റി. ഇപ്പം ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സേഫ് ഹൗസ് ആണ്. ഞങ്ങൾ എംബസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എംബസിൽ വിളിച്ച സമയത്ത് അവർ ആദ്യം എൻക്വയറി ചെയ്തത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടോന്നാണ്. അപ്പൊ ഷെൽട്ടർ ഉണ്ട് ഞങ്ങൾക്ക് നിൽക്കാനെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പറ്റുന്ന അത്രയും സമയത്തേക്ക് ആ സേഫ് ഹൗസിൽ നിൽക്കുക എന്നുള്ളതാണ്. നിലവിൽ സുരക്ഷിതരാണെങ്കിലും സംഘത്തിന്റെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ മാസം 14-ന് ഖൊരഗ്പൂരിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ട്രെയിൻ. ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് സംഘത്തിന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള കുട്ടികളാണ് സംഘത്തിലുള്ളത്. സൂര്യശ്രീ, 24, കൊച്ചി. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ പദവി തർക്കത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും. VC-യുടെ നടപടി ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ കോടതി നിർദ്ദേശം നൽകി. വിധി തിരിച്ചടിയല്ല എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും ചുമതലകൾ നിർവഹിക്കാൻ VC അനുവദിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സസ്പെൻഷൻ നടപടി കോടതി റദ്ദ് ചെയ്തില്ല. VC-യുടെ നടപടി നിയമവിരുദ്ധമാണെന്ന വാദവും തള്ളി. ഉടൻ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ VC-ക്ക് കോടതി നിർദ്ദേശം നൽകി. സസ്പെൻഷൻ നടപടി തുടരണമോ എന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്ന നിലപാടിലാണ് സിൻഡിക്കേറ്റും ഡോക്ടർ KS അനിൽകുമാറുമുള്ളത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഇന്ത്യ സഖ്യത്തെ വെട്ടിലാക്കി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച. മുന്നണിയിലെ എല്ലാ പാർട്ടികളും അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. വോട്ട് മറിഞ്ഞത് തമിഴ്നാട്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ന് സംശയമുണ്ട്. തകർച്ചയിലേക്ക് നീങ്ങിയ ഇന്ത്യ സഖ്യം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നീ വിഷയങ്ങളിലാണ് വീണ്ടും ഒന്നിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കെ പ്രതിപക്ഷ നിരയിലെ പരസ്പര വിശ്വാസത്തെ തകർക്കുന്നതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം. ഇന്ത്യ സഖ്യത്തിന് 315 എംപിമാരാണുള്ളത്. സ്വതന്ത്രരുൾപ്പെടെ 9 പേർ പിന്തുണ അറിയിച്ചിരുന്നു. 324 വോട്ടാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 300 വോട്ട് മാത്രമാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സുദർശന റെഡ്ഡിക്ക് ലഭിച്ചത്. പ്രതിപക്ഷ നിരയിൽ നിന്നുമുണ്ടായ വോട്ട് ചോർച്ച ഇന്ത്യ സഖ്യത്തെ കടുത്ത അതൃപ്തിയിലാക്കിയിട്ടുണ്ട്. കൂറുമാറ്റം നടന്നിട്ടുണ്ടോ എന്ന് സഖ്യത്തിലെ ഓരോ പാർട്ടികളും പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി, ശിവസേന, ഉദ്ധവ് താക്കറെ എംപിമാരിൽ നിന്നാണ് വോട്ട് ചോർന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 24, ഡൽഹി. പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചായിരുന്നു KPCCയുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പ്രധാന സമരാവശ്യം. LDF സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നയുടൻ ഈ തീരുമാനം നടപ്പിലാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും K മുരളീധരനും പറഞ്ഞു. പിണറായി തയ്യാറില്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ തീരുമാനം സുജിത്തിനെ ആക്രമിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതായിരിക്കും. ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. പോലീസ് ഈ വിധം മുന്നോട്ട് പോയാൽ ജനങ്ങൾ നിയമം കയ്യിലെടുത്തേക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കൊടിസുനിമാരാണെന്ന് ഷാഫി പറമ്പിൽ MP. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായിസം തഴച്ചു വളരുന്നത്. അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി, അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെ സമരം ശക്തമാക്കാനാണ് KPCCയുടെ തീരുമാനം. 24, തിരുവനന്തപുരം.
സംസ്ഥാനത്തെ പോലീസ് ക്രൂരതകളിൽ തുറന്നു പറച്ചിലുമായി കൂടുതൽ ആളുകൾ രംഗത്ത്. മകൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു വലിച്ചെറിഞ്ഞെന്ന് മാതാവ് സലീന 24നോട് പറഞ്ഞു. കോവിഡ് കാലത്ത് വയനാട് തലപ്പുഴ SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് യുവാക്കൾ രംഗത്തെത്തി. അതേസമയം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് മറയൂർ SI മാഹിൻ സലീം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-നാണ് ആലപ്പുഴയിലെ ഭർത്തൃവീട്ടിൽ 22 വയസ്സുള്ള ആസിയ ആത്മഹത്യ ചെയ്തത്. വിവാഹം കഴിഞ്ഞ് 4-ാം മാസം മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ഗൗരവമായി ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു അന്വേഷിച്ചില്ലെന്നും പരാതി വലിച്ചെറിഞ്ഞെന്നും മലപ്പുറത്ത് താമസിക്കുന്ന അമ്മ സലീന 24നോട്. അവരൊന്ന് തിരക്കിയത് പോലുമില്ല, അവനെ പിടിച്ചൊരു ചോദ്യം പോലും ചെയ്തില്ല ഈ സാറ്. എന്നിട്ട് ഞങ്ങൾ പെറ്റീഷനും കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെറ്റീഷൻ എടുത്ത് ദൂരെ എറിഞ്ഞ് ഈ DSP സാറ്, ആലപ്പുഴയുടെ DSP സാറ് എടുത്ത് തൂരി എറിഞ്ഞിട്ട് വരെ കള്ള പെറ്റീഷനുമായിട്ട് വന്നതാ. ഇനി അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് ഇറങ്ങി പോകുന്നു പറഞ്ഞു എന്നോട്. പോലീസ് മർദ്ദനത്തിൽ അന്വേഷണം നടത്തി കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. വന്ന പരാതികൾ പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ച് തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് നടപടികളിലേക്ക് പോയിട്ടുമുണ്ട്. തുടർന്നും ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. ആ നടപടിക്രമമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ കാര്യം നടന്നത്. വയനാട് തലപ്പുഴയിൽ കോവിഡ് കാലത്ത് മാസ്ക് കൃത്യമായി ധരിക്കാത്തതിന് SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി ഉയർന്നു. അങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നു, അറിയാതെ വന്നിട്ട് ഒരൊറ്റ ഇടിയാന്നു അടിവായിരുന്നു. പിന്നെ ഈ ഇവിടെ അടിച്ചിട്ട് ഈ എല്ലാം എൻ്റെ പൊട്ടിപ്പോയിട്ട് ഇപ്പോഴും എനിക്കത് പ്രശ്നം. അതേസമയം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സസ്പെൻഷനിലായ മറയൂർ SI മാഹിൻ സലീം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. ആവനാഴി സിനിമയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങളാണ് പങ്കുവച്ചത്. പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. വയനാട് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിൽ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച് പരാതിക്കാരൻ തങ്കച്ചൻ. കേസ് അട്ടിമറിക്കാനാണോ ഡിവൈഎസ്പിക്ക് അന്വേഷണം കൈമാറിയതെന്ന് സംശയിക്കുന്നുവെന്ന് തങ്കച്ചൻ 24നോട് പറഞ്ഞു. തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത പുൽപ്പള്ളി സ്റ്റേഷനിലെ SIമാർക്കെതിരെ നടപടി വേണമെന്നും തങ്കച്ചൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് തങ്കച്ചന്റെ ആരോപണം. പുൽപ്പള്ളി SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നല്ല നിലയിൽ ആയിരുന്നുവെന്നും രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി കേസ് അട്ടിമറിക്കാനാണ് ഡിവൈഎസ്പിക്ക് കൈമാറിയത് എന്ന് സംശയിക്കുന്നു എന്ന് തങ്കച്ചൻ. പുൽപ്പള്ളി SHO അന്വേഷണം ഏറ്റെടുത്ത് 24-ാം തീയതി മുതൽ നല്ലൊരു അന്വേഷണത്തിലാണ് ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞത്. അപ്പോൾ ആദ്യം വന്ന ആ തിടുക്കത്തിനെതിരെയുള്ള ഒരു നടപടി ആവശ്യമാണ്. തന്നെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SIമാരായ ഷിയാസ്, മനോജ് എന്നിവർക്കെതിരെ നടപടി വേണമെന്നും തങ്കച്ചൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ തങ്കച്ചന്റെ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് കള്ളക്കേസിൽ കുടുക്കിയത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 വയനാട്. ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് കുരുക്കുമുറുക്കി സർക്കാർ. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉന്നതതല അന്വേഷണത്തിൽ ചീഫ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് നൽകും. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്ന ആരോപണത്തിലാണ് അന്വേഷണം. ഫയർഫോഴ്സ് DGP യോഗേഷ് ഗുപ്തയും സർക്കാരും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം. വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്ത് സർക്കാർ അനുവാദമില്ലാതെ സ്വന്തം താൽപര്യപ്രകാരം അന്വേഷണങ്ങൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതുകൂടാതെ അധികാര ദുർവിനിയോഗം നടത്തിയോ എന്നും പരിശോധിക്കുന്നു. അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ജയതിലക് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. KM എബ്രഹാമിന്റെ കേസിൽ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖരന് കത്തയച്ചത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്നും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുന്നതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് യോഗേഷ് ഗുപ്ത. റാഫി കരീം, 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ അലംഭാവം തുടർന്ന് കേന്ദ്ര സർക്കാർ. നിലപാട് അറിയിക്കാൻ കേന്ദ്രം 3 ആഴ്ചത്തെ സമയം കൂടി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. മന്ത്രാലയങ്ങൾ തമ്മിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. സംസ്ഥാന സർക്കാർ വായ്പ എഴുതിത്തള്ളിയത് മുന്നിലുണ്ട് എന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. BJPയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമെന്ന് CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയം.
അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും BJP കടന്നു കയറിയതായി പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ വലിയ പാളിച്ച ഉണ്ട് എന്ന് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ റിപ്പോർട്ട് വിമർശിച്ചു. ചണ്ഡീഗഡിൽ ചേരുന്ന CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് BJPയുടെ വളർച്ചയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നത്. കേന്ദ്രഭരണം ഉപയോഗപ്പെടുത്തി BJP എല്ലാ മേഖലകളിലും മേധാവിത്വമുണ്ടാക്കുകയാണ്. BJPക്കെതിരെ വിശാല ഇടതുപക്ഷ ഐക്യം ഉണ്ടാകണം. ഐക്യം തന്ത്രപരമായ അനിവാര്യതയാണെന്നും കരട് രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. CPIക്ക് വേണ്ടത് സ്വയം നവീകരണമാണ്. രൂപത്തിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും പാർട്ടിയുടെ പൈതൃകം കാക്കണമെന്ന് രാഷ്ട്രീയ പ്രമേയം ആവശ്യപ്പെടുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ട്. കള്ള് വ്യവസായത്തെക്കാൾ സർക്കാർ താൽപ്പര്യം കാട്ടുന്നത് വിദേശമദ്യ കച്ചവടത്തിലാണെന്നാണ് റിപ്പോർട്ടിലെ വിമർശനം. സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ പാളിച്ച സംഭവിച്ചുവെന്നും വിമർശനമുണ്ട്. മുന്നണി പ്രവർത്തകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സർക്കാർ അവഗണിക്കുകയാണ്. ഇത് പരിഹരിക്കുന്നില്ലെങ്കിൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. പരാതികളിലും അപേക്ഷകളിലും ഇനി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന് സർക്കുലർ. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റേതാണ് ഈ നിർദ്ദേശം. സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കത്തിടപാടുകളിലും പരാതികൾക്കും നിവേദനങ്ങൾക്കുമുള്ള മറുപടികളിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകൾക്ക് മുൻപിലായി ബഹു എന്ന് ചേർക്കണം എന്നാണ് നിർദ്ദേശം. ബഹുഭാര്യാത്വം ഉൾപ്പെടെയുള്ള വിവാദ പരാമർശങ്ങളിൽ സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ആഞ്ഞടിച്ച് സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞത് സമസ്ത നിലപാടല്ല. സമസ്ത മുഷാവറ അംഗം പദവിയുടെ മാന്യത പുലർത്തണമെന്നും ഉമർ ഫൈസി മുക്കം തുറന്നടിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക പരിപാടികളുടെ ആസൂത്രണമാണ് ഇന്നത്തെ മുഷാവറ യോഗത്തിന്റെ പ്രധാന അജണ്ട. എന്നാൽ യോഗത്തിൽ ബഹാവുദ്ദീൻ നദ്വിയുടെ വിവാദ പ്രസംഗം ചർച്ച ചെയ്യണമെന്നതാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഇതിന്റെ ഭാഗമായാണ് ഉമർ ഫൈസി മുക്കം മുഷാവറ യോഗം തുടങ്ങും മുൻപ് നദ്വിക്കെതിരെ തുറന്നടിച്ചത്. സമസ്തയുടെ നിലപാടല്ല പറഞ്ഞത്. സമസ്ത മുഷാവറ അംഗം പദവിയിലിരിക്കുമ്പോൾ അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല. യോഗത്തിൽ അത് ചോദിക്കാമെന്നും ഉമർ ഫൈസി മുക്കം തുറന്നടിച്ചു. സമസ്തക്ക് ദോഷം എന്ന് പറഞ്ഞുകൂടാ. അതായത് മൊത്തത്തിൽ അതാണ് സമസ്തയിലൊക്കെ ഉള്ള എത്ര ഉന്നത അതെ അത് പറയുന്ന ഒരു മോശം തന്നെയാണ്. അതാണ് നമുക്ക് പക്ഷെ ചോദിക്കാം. ഇൻഷാള്ള യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. സമസ്തക്ക് അങ്ങനെ നിലപാടില്ലല്ലോ. കണ്ടവരൊക്കെ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും MLA-മാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ലതില്ലേ, എല്ലാവരും ഒന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്നാൽ വിവാദ പരാമർശം നടത്തിയ ബഹാവുദ്ദീൻ നദ്വി ഇന്ന് വിവാദ വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മുൻപിൽ നിന്നും ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. സമസ്തയിലെ തർക്കം പരിഹരിക്കാനുള്ള ലീഗ് സമസ്ത നേതാക്കളുടെ ചർച്ച തുടരുകയാണ്. ഇതിൽ പുരോഗതിയുണ്ടോ എന്ന കാര്യവും മുഷാവറ ഇന്ന് ചർച്ച ചെയ്തേക്കും. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ്. ചരിത്രത്തിലാദ്യമായി പവന് 81,000 കടന്നു. ഗ്രാമിന് ഇന്ന് 20 രൂപ കൂടി 10,130 രൂപയും ഒരു പവന് 160 രൂപ കൂടി 81,040 രൂപയിലും എത്തി. അന്താരാഷ്ട്ര സ്വർണ്ണവില ഇന്നലത്തേതിനേക്കാൾ $5 കുറവ് വന്നെങ്കിലും രൂപയുടെ വിനിമയ നിരക്ക് 88.15 ദുർബലമായതാണ് സ്വർണ്ണവില കൂടാൻ കാരണം. സ്വർണം സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് വില വർധനവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട IS ഭീകര സംഘത്തെ തകർത്ത് ഡൽഹി പോലീസ്. ഭീകരൻ ഡാനിഷ് ആഷർ അടക്കം 8 പേർ അറസ്റ്റിലായി. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഡൽഹിയിൽ വൻ ആക്രമണ പദ്ധതി നടത്താൻ ലക്ഷ്യം വെച്ച IS ഭീകര സംഘത്തെയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ തകർത്തത്. ബൊക്കാറോ നിവാസിയായ ഭീകരൻ ഡാനിഷ് ആഷറിനെ റാഞ്ചിയിൽ നിന്നും ജാർഖണ്ഡ് പോലീസ് ഭീകരവിരുദ്ധ സംഘത്തിന്റെ സഹായത്തോടെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിൽ നിന്നും ഭീകരബന്ധമുള്ള ആഫ്താബ് എന്നയാളും അറസ്റ്റിലായി. ഇയാൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഇരുവരുമാണ് ആക്രമണ പദ്ധതിയുടെ ആസൂത്രണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. രാജ്യവ്യാപകമായി നടന്ന റെയ്ഡിൽ ഭീകരബന്ധം കണ്ടെത്തിയ മറ്റ് 6 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 2 സംസ്ഥാനങ്ങളിലായി ഭീകരരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. 24 ഡൽഹി. പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ദേശീയപാത
മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ വിലക്ക് നീക്കാനാകൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് ഓൺലൈനായി കോടതിയിൽ ഹാജരായി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തി. NIT പ്രൊഫസർ, ദേശീയപാത അതോറിറ്റി, PWD ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തിയത്. ഉടൻ തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും എന്ന് പ്രൊഫസർ സന്തോഷ് ജി തമ്പി വ്യക്തമാക്കി. NIT പ്രൊഫസർ സന്തോഷ് ജി തമ്പി, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ പ്രദീപ് നെഗി, അനിൽകുമാർ, ഡെപ്യൂട്ടി കളക്ടർ രേഖ EM തുടങ്ങിയവരാണ് പരിശോധന നടത്തിയത്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധന 1 മണിക്കൂർ നീണ്ടു. പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നതെന്നും ഉടൻ തന്നെ കോഴിക്കോട് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും പ്രൊഫസർ സന്തോഷ് ജി തമ്പി പറഞ്ഞു. ഇവിടുത്തെ ആക്ച്വൽ സിറ്റുവേഷൻ നോക്കാനും GPR ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് വരുന്നത്. പ്രദേശത്ത് GPRS പരിശോധന വേണോ എന്നത് അടുത്ത ഘട്ടത്തിൽ തീരുമാനിക്കും. റോക്ക് സ്ലൈഡ് പോലെയാണ് സംഭവിച്ചതെന്നും സാധാരണ മാനുഷിക ഇടപെടലുള്ള സ്ഥലത്താണ് ഇത്തരം പ്രതിഭാസം ഉണ്ടാകാറുള്ളതെന്നുമാണ് സംഘത്തിന്റെ നിഗമനം. ചുരത്തിൽ എങ്ങനെയാണിത് സംഭവിച്ചു എന്നതിൽ വിശദ പഠനം വേണമെന്നും സംഘം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസമാണ് ചുരത്തിൽ 9ാം വളവിൽ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായത്. 24 വയനാട്. യുവ ഡോക്ടറെ നൽകിയ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും. ഇന്നലെയും ഇന്നുമായി നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസിന്റെ നടപടി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് പോലീസ്. ഇന്ററോഗേറ്റ് ചെയ്യും, ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, പിന്നെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും. 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും കൊച്ചിയിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് നടപടി. ഒരു തവണ ലഹരി ഉപയോഗിച്ച് പീഡിപ്പിച്ചെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. 24 കൊച്ചി. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം സംസ്ഥാന BJPയിൽ ദൂർത്തെന്ന് പരാതി. K. സുരേന്ദ്രന്റെ കാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെയായിരുന്ന പാർട്ടിയുടെ പ്രതിമാസ ചെലവ് 2.25 കോടി രൂപയായി. ഇങ്ങനെ മുന്നോട്ടു പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഒരു വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നു എന്ന ഒരു വിഭാഗത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ചെലവിലുണ്ടായ അന്തരം കൂടി പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചെലവ് 2.25 കോടിയായി. K. സുരേന്ദ്രന്റെ കാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയായിരുന്ന ചെലവാണ് കുതിച്ചുയർന്നത്. K. സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ BJPയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 35 കോടി രൂപ. ഈ തുക ഉപയോഗിച്ചാണ് നിലവിൽ ചെലവ് നടക്കുന്നത്. ഇങ്ങനെ മുന്നോട്ടു പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും. ഓഫീസ് സെക്രട്ടറിയും ട്രഷററും BJP ദേശീയ നേതൃത്വത്തോട് നിസ്സഹായാവസ്ഥ വിശദീകരിച്ചു. മുൻ അധ്യക്ഷന്റെ കാലത്ത് പ്രസിഡന്റ് ഓഫീസിന്റെ 1 മാസത്തെ ചിലവ് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ 10 ഇരട്ടി വർദ്ധിച്ചു. BJP സംഘപരിവാർ അനുഭാവികൾക്കു പകരം പ്രസിഡന്റിന്റെ ഓഫീസിൽ പ്രൊഫഷണലുകളെ നിയമിച്ചത് ചിലവ് വർദ്ധിക്കാനിടയായി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലും കുറഞ്ഞ ചിലവിലുമൊക്കെയാണ് താമസിച്ചിരുന്നതെങ്കിൽ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ താമസം 5 സ്റ്റാർ ഹോട്ടലുകളിലെന്നാണ് ആക്ഷേപം. മാരാർജി ഭവനിൽ താമസ സൗകര്യമുണ്ടായിട്ടും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 6 മാസമായി താമസിക്കുന്നത് സ്റ്റാർ ഹോട്ടലിലെന്നും ഒരു വിഭാഗം വിമർശിക്കുന്നു. IT, ഓൺലൈൻ, PR, മീഡിയ ടീമുകൾക്കായി ചെലവഴിക്കുന്നതും വൻ തുകയാണ്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചോളോട് സ്വദേശി മീരയാണ് മരിച്ചത്. ഭർത്താവിന്റെ മർദ്ദനമാണ് മരണകാരണമെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഭർത്താവ് മർദ്ദിച്ചു എന്ന് പരാതിപ്പെട്ട് മീര ഇന്നലെ സ്വന്തം വീട്ടിലെത്തിയിരുന്നു.
പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാമെന്ന് വീട്ടുകാർ പറഞ്ഞെങ്കിലും രാത്രിയോടെ ഭർത്താവ് അനൂപ് യുവതിയെ വീട്ടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ. അവനെന്തോ ഉപദ്രവിച്ചിട്ടുണ്ടത്രേ. അപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് വന്നത്. പിന്നെ അവളോട് ഇന്ന് പോകണ്ട ഇരിക്ക്, നാളെ നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അങ്ങനെ അവൾ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഇവൻ പിന്നെ രണ്ടാമത് വന്ന് വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഹേമാംബിക നഗർ പോലീസാണ് മീര മരിച്ചെന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചത്. രാത്രി 10 മണിക്ക് അവിടെ നിന്ന് എന്തോ പ്രശ്നമായിട്ട് പിണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അടിപിടിയായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് പിന്നെ വിളിച്ചു പോയ ശേഷമാണ് ഇതുണ്ട്. ഞങ്ങൾ രാവിലെ ഇപ്പോൾ വിവരം അറിഞ്ഞത്. 29-കാരിയായ മീരയുടെ രണ്ടാം വിവാഹമായിരുന്നു പുതുപരിയാരം സ്വദേശി അനൂപുമായി നടന്നത്. 1 വർഷം മുമ്പായിരുന്നു വിവാഹം. അനൂപ് നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് മീര പരാതി പറഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. 24 പാലക്കാട്. വ്യോമാതിർത്തി ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട്. ഇതാദ്യമായാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ട് വെടിവെച്ചിടുന്നത്. യുക്രൈനിലേക്ക് ആക്രമണം നടത്തവെയാണ് 1 ഡസനിലധികം റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചത്. ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് സ്ഥിരീകരിച്ചു. അടച്ചിട്ട വിമാനത്താവളങ്ങളിൽ ലുബ്ലിൻ ഒഴികെയുള്ള വിമാനത്താവളങ്ങൾ തുറന്നു. ബെബ്കോയുടെ തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ മദ്യത്തിന് 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കി തുടങ്ങി. ഒഴിഞ്ഞ കുപ്പി തിരിച്ചെത്തിക്കുന്നവർക്ക് 20 രൂപ തിരികെ നൽകും. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതിക്ക് സമ്മിശ്ര പ്രതികരണം. സ്ഥലം തിരുവനന്തപുരം പവർ ഹൗസ് ബിവറേജസ് ഔട്ട്ലെറ്റ്. 10 മണിക്ക് ഔട്ട്ലെറ്റ് തുറന്ന ശേഷം ആദ്യ മണിക്കൂറിൽ തിരികെ എത്തിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് ഇത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനെന്ന പേരിലാണ് പ്ലാസ്റ്റിക് ബോട്ടിലുള്ള മദ്യക്കുപ്പികൾക്ക് ഇന്നു മുതൽ 20 രൂപ അഡ്വാൻസ് വാങ്ങി തുടങ്ങിയത്. കുപ്പി വാങ്ങുമ്പോൾ ഈ സ്റ്റിക്കർ കുപ്പിയിൽ പതിക്കും. ഇതേ കുപ്പി തിരികെ എത്തിച്ചാൽ അഡ്വാൻസ് തുക തിരികെ നൽകും. രാവിലെ ഇപ്പോൾ പ്രതികരണം ഉണ്ടായിരുന്നെങ്കിലും തിരിച്ച് കുപ്പികൾ കൊണ്ടുവന്ന് തുടങ്ങിയ ആൾക്കാർ കുറഞ്ഞുണ്ട്. കുപ്പികൾ വീടെത്തുന്നതിന് മുമ്പ് തന്നെ കുപ്പി തിരികെ വരും. വീടെത്തുന്നതിന് മുമ്പ് പറഞ്ഞു, അല്ല വീട്ടിൽ പോയിട്ട് വന്നവരുണ്ട്. ഒരു വിഭാഗം ആളുകൾ കുപ്പി തിരികെ എത്തിച്ച് പണം വാങ്ങി മടങ്ങുമ്പോൾ മറുവിഭാഗം വലിയ പ്രതിഷേധത്തിലുമാണ്. ഈ 20 രൂപ എന്തിനു കൂട്ടണത്? ഈ കുപ്പി നമ്മൾ ഇറച്ചിക്കല്ലിന് കഷണം തന്നിട്ട് ജെല്ലിനെ കൊണ്ട് കെട്ടിത്തൂക്കി നടക്കണം. ലോകമാന്യത്തിലേക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ മെടുകാമിലെത്തും. അവിടെ ചെന്ന് ഒരു ക്വാർട്ടർ 20 രൂപ. ഇപ്പോൾ കുപ്പിയും കൊണ്ട് നമ്മൾ തിരിച്ചു വരണല്ലോ. ഇനി അതിന് കൊണ്ടുവരുമ്പോഴത്തേ പോലീസ് പിടിക്കൂലേ? ഇത് കൊണ്ടുപോകുമ്പോൾ കുപ്പി കൊണ്ടുപോകാൻ കുഴപ്പമില്ല, തിരിച്ചുകൊണ്ടുവരാൻ പിടുത്തമാണല്ലേ. ക്ലീൻ കേരള കമ്പനിയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുക. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 ഔട്ട്ലെറ്റുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതി വൈകാതെ സംസ്ഥാന വ്യാപകമാക്കും. അതേസമയം പുതിയ പദ്ധതി കൂടി എത്തിയതോടെ ഔട്ട്ലെറ്റുകളിൽ ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും പരാതിയുണ്ട്. 24 തിരുവനന്തപുരം. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പദ്ധതിയായി ബൈപ്പാസ് കൊണ്ടുവരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ അങ്കമാലി കരയാമ്പറമ്പ് മുതൽ കുണ്ടന്നൂരിലേക്ക് 6 വരി ബൈപ്പാസ് എന്നതായിരുന്നു പ്രഖ്യാപനം. ബൈപ്പാസ് നിർമ്മാണത്തിനായി 3 താലൂക്കുകളിലെ 295 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കി കൃഷിഭൂമിയിലൂടെ അലൈൻമെന്റ് എന്നതായിരുന്നു തീരുമാനം. ബൈപ്പാസ് നിർമ്മാണത്തിനായി കല്ലുകൾ സ്ഥാപിച്ചെങ്കിലും നിർമ്മാണം പാതിവഴിയിലായതോടെയാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ ധർണയുമായി രംഗത്തിറങ്ങിയത്. 3A വിജ്ഞാപനമിറങ്ങി 1 വർഷത്തിനുള്ളിൽ 2ാം ഘട്ട വിജ്ഞാപനമായ 3D പുറത്തിറക്കണമെന്നാണ് ചട്ടം. എന്നാൽ സർവേ നടപടികൾ പൂർത്തിയാക്കാത്തതോടെ 3D വിജ്ഞാപനം വൈകി. ഇതോടെ ആദ്യമിറങ്ങിയ 3A വിജ്ഞാപനവും റദ്ദായ സ്ഥിതിയാണ്. 18 വില്ലേജുകളിലെ ഭൂവുടമകളാണ് ഇതോടെ ദുരിതത്തിലായത്. കേരളയുടെ പദ്ധതി പോലെ, ശബരിപാതയുടെ പദ്ധതി പോലെ ഈ കല്ല് ഇവിടെ കിടന്നുകൊണ്ട് തങ്ങളുടെ ഭൂമി വിൽക്കാനോ ഭൂമി ബാങ്കിൽ പണയം വെക്കാനോ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് പല ആളുകളും. ഈ വീടുകൾ പോകും എന്ന് പറഞ്ഞ് ഈ പറയുന്ന പല ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്ത ആളുകളുണ്ട്. ഇത് ഈ പറയുന്ന ജനങ്ങളോട് ചെയ്ത വലിയൊരു ക്രൂരതയാണ്. വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. 24 കൊച്ചി. നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ അടിയന്തര യോഗം വിളിച്ച കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് പിന്നിൽ നൈജീരിയയിലെ ബയാഫ്ര വിഘടനവാദികളെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബിയാഫ്ര വിഘടനവാദികൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് കടന്നു എന്ന് IB സ്ഥിരീകരിച്ചു. അത് വിവിധ സംസ്ഥാനങ്ങൾ, അതായത് വളരെ മനോഹരമായ സംസ്ഥാനങ്ങൾ, കേരളം, ഹിമാചൽ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവർ ലൊക്കേറ്റ് ചെയ്തു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറി ഹരിയാനയിൽ പ്രവർത്തിക്കുന്നു. നേപ്പാളിലേക്കുൾപ്പെടെ ഇവർ കൃത്യമായി ലഹരി ഈ വിഘടനവാദികളുടെ ശൃംഖല ഉപയോഗിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. മാത്രവുമല്ല, രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് കരിയർമാർ ഉണ്ട് എന്നുള്ളത് കൂടി കണ്ടെത്തുന്നു. ഹൈദരാബാദിൽ നിന്നും IB സംഘം വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് സിറ്റി പോലീസ് കണ്ടെത്തിയ വിവരങ്ങളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ പാകത്തിനുള്ള ഒരു കേസാണ് ഇതെന്ന് കണ്ടെത്തി. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ DIG T നാരായണൻ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ അന്വേഷണ സംഘവും അതുപോലെ IBയിൽ നിന്ന് ലഭിച്ച വിവരം, ഹരിയാനയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ വിശകലനം ചെയ്തതിന് ശേഷം ഇനി ഈ കേസിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം, മിക്കവാറും ഈ കേസിൽ രാജ്യദ്രോഹ കുറ്റം അധികം വൈകാതെ തന്നെ ചുമത്തുമെന്നതാണ് വിവരം. മറ്റൊന്ന്, കേന്ദ്ര ഏജൻസികളുടെ സഹായം കൂടുതൽ തേടുന്ന കാര്യം. FRROയ്ക്ക് വിവരങ്ങൾ കൈമാറി കഴിഞ്ഞു. FRROൻ്റെ റിപ്പോർട്ടിന് വേണ്ടി കേരള പോലീസ് ശ്രമിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ കൂടി പോലീസ് കണ്ടെത്തിയ ശേഷമായിരിക്കും ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക. അതിൻ്റെ ഭാഗമായാണ് അടിയന്തര യോഗം വിളിച്ചത്. വിജയകുമാർ. യെസ്, നൈജീരിയയിലെ ബയാഫ്ര വിഘടനവാദികളാണ് ലഹരിക്കടത്തിന് പിന്നിൽ എന്ന വിവരം വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉന്നതതല യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. തിരുവനന്തപുരം പേരൂർക്കടയിൽ വ്യാജ മാലമോഷണ കേസിൽ അറസ്റ്റിലായ ദളിത് യുവതി ബിന്ദുവിന് ജോലി നൽകുമെന്ന MGM ഗ്രൂപ്പ് ചെയർമാൻ ഗീവർഗീസ് യോഹന്നാനാണ് ഇക്കാര്യം അറിയിച്ചത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ ബിന്ദുവിന്റെ പോരാട്ടം ഇതിനോടകം ശ്രദ്ധേയമായിട്ടുണ്ട്. അവരുടെ പോരാട്ടമാണ് ഈ കേസിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമാവുകയും ചെയ്തത്. എന്താണ് MGM ഗ്രൂപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ? വിജയകുമാർ, ഈ വ്യാജ മാലമോഷണ കേസിൽ ഇരയായ ബിന്ദുവിന് കൂടുതൽ പല ഭാഗങ്ങളിൽ നിന്നും വലിയ പിന്തുണ ഉണ്ടാകുന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഇക്കാര്യത്തിൽ ഈ ബിന്ദുവിന് MGM ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്താണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. പൊന്മുടി വാലി പബ്ലിക് സ്കൂളിൽ ജോലി നൽകുമെന്ന MGM ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഈ MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ R സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബിന്ദുവിന്റെ വീട്ടിലെത്തുകയും സഹായങ്ങൾ ബിന്ദുവിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ സ്കൂളിൽ ജോലി നൽകുന്നതിനുള്ള മറ്റ് ക്രമീകരണങ്ങൾ, നടപടികൾ ആരംഭിക്കുമെന്നും ഉടൻ ജോലി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ബിന്ദുവിന് ജോലി നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത് MGM ഗ്രൂപ്പാണ്. MGM ഗ്രൂപ്പ് ചെയർമാൻ ഗീവർഗീസ് യോഹന്നാൻ ഇക്കാര്യം അറിയിച്ചു. ആ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ ബിന്ദുവിനെ വീട്ടിലെത്തി കാര്യങ്ങൾ അറിയിക്കുകയും സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിജിൽ തിരോധാന കേസിൽ പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സരോവരം പാർക്കിനോട് ചേർന്ന ചതുപ്പിൽ പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ ഒന്നാം പ്രതി KK നിഖിലുമായാണ് അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തി എന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. 2019 വിജിലിനെ കാണാതായത്. അമിത അളവിൽ വിജിലിന്റെ ശരീരത്തിൽ നിഖിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു എന്നും മരണം സംഭവിച്ചതോടെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി എന്നുമാണ് മൊഴി. കേസിലെ മൂന്നാം പ്രതി ദീപേഷും പോലീസ് കസ്റ്റഡിയിലുണ്ട്. രണ്ടാം പ്രതി രഞ്ജിത്തിനായി അന്വേഷണം തുടരുകയാണ്. സംസ്ഥാനത്തെ അങ്കണവാടി മെനു പരിഷ്കരണത്തിനെതിരെ ജീവനക്കാർ. പരിഷ്കരിച്ച മെനുവിൽ പറയുന്ന ഭക്ഷണ വസ്തുക്കൾ പാചകം ചെയ്യാൻ സർക്കാർ നൽകുന്നത് റേഷനരി മാത്രം. റേഷനരി ഉപയോഗിച്ച് ജീവനക്കാർ പാചകം ചെയ്യേണ്ടത് 9-ലേറെ വിഭവങ്ങളാണ്. അടിയന്തരമായി മറ്റ് അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യണം എന്നാണ് ജീവനക്കാരുടെ ആവശ്യം. മുട്ട ബിരിയാണി, പിടി, കൊഴുക്കട്ട, ചോർ, പായസം, ന്യൂട്രിലഡു, പുലാവ്, ഇഡ്ഡലി, പുട്ട്, ഇങ്ങനെ നീളുന്നു അംഗനവാടികളിലെ പരിഷ്കരിച്ച മെനു. കറി വിഭവങ്ങൾ വേറെയും. എന്നാൽ ഇതെല്ലാം പാചകം ചെയ്യുന്നതിന് സർക്കാർ നൽകുന്നത് അരി മാത്രമാണെന്നാണ് ആരോപണം. അരി കൊണ്ടെങ്ങനെ ഇത്രയധികം വിഭവങ്ങൾ കുട്ടികൾക്ക് വിളമ്പാനാകുമെന്ന സംശയത്തിലാണ് അംഗനവാടി ജീവനക്കാർ. രാവിലെ കൊഴുക്കട്ട അല്ലെങ്കിൽ പിടി കൊടുത്തിട്ടുണ്ട്. അതും ഈ അരിയിൽ ഉണ്ടാക്കേണ്ട സാധനമാണ്. അതുപോലെ ഉച്ചയ്ക്ക് മുട്ട ബിരിയാണിയിൽ ഒരു മുട്ടയും ഈ റേഷനരി കൊണ്ടുള്ള ബിരിയാണിയാണ്. ബിരിയാണി വെക്കാം, പക്ഷേ നമുക്ക് ബിരിയാണിയുടെ അരിയും അതിനുള്ള സാധനങ്ങളും നമുക്ക് ഇറക്കി തരട്ടെ. നമ്മുടെ അംഗൻവാടിയിൽ സാധനം തരികയാണെങ്കിൽ ഞങ്ങൾ വെച്ചു കൊടുക്കാം. അരി പൊടിക്കാനോ മറ്റ് ചേരുവകൾ വാങ്ങാനോ പ്രത്യേകിച്ച് ഫണ്ടൊന്നുമില്ല. അംഗനവാടിയിലെ അടുക്കളയിലാകട്ടെ അതിനുള്ള മാർഗവുമില്ല.
ആരോഗ്യവകുപ്പ് മന്ത്രി മെനു പരിഷ്കരിച്ച പ്രഖ്യാപനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും നിലവിൽ അവശ്യ വസ്തുക്കളൊന്നും അംഗനവാടികളിൽ എത്തിയിട്ടില്ല. എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് പോലും പറഞ്ഞിട്ടില്ല. നമുക്ക് ട്രെയിനിങ് തന്നിട്ടില്ല. ഈ അരി വെച്ച് പറ്റൂല തന്നെ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളല്ലേ, ഈ അരി എങ്ങനെ ബിരിയാണി വെച്ച് കൊടുക്കാൻ പറ്റും? അത് അരി പൊടിച്ച് മാവ് വറുത്ത് നമുക്കാണ് മിക്സ് ചെയ്യാം. അങ്ങനത്തെ ഒരു സൗകര്യം നമുക്ക് തന്നിട്ടില്ല, ഒരു സാധനം തന്നിട്ടില്ല. നിലവിൽ റേഷനരി ഉപയോഗിച്ച ഇത്രയധികം വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ട്രെയിനിങ് ജീവനക്കാർക്ക് നൽകുന്ന തിരക്കിലാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ഇനി എന്ന് ബിരിയാണി വിളമ്പാനാകുമെന്ന സംശയം ജീവനക്കാർക്കുമുണ്ട്. അങ്കണവാടിയിലെ ഭക്ഷണ മെനുവിൽ സർവ്വവും റേഷനരിമയമാണ്. എത്ര ട്രെയിനിങ് കിട്ടിയാലും റേഷനരി കൊണ്ട് എല്ലാ ഭക്ഷണവും എങ്ങനെ പാചകം ചെയ്ത് നൽകുമെന്ന ആശങ്കയിലാണ് അധ്യാപകരും ആയമാരും രക്ഷിതാക്കളും. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.